കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ +2 റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഡിഗ്രി അഡ്മിഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി അഡ്മിഷൻ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇട്ടപ്പം അതിലൊരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞു, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം എഴുതിയാൽ മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, എത്ര മാർക്ക് വേണം, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഗ്രി അഡ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ +2 റിസൾട്ട് വന്നു. ഇനി നിങ്ങളുടെ ലക്ഷ്യം ഡിഗ്രി ആയിരിക്കാം. ഡിഗ്രിക്ക് താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് ഡിഗ്രി അഡ്മിഷൻ കിട്ടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10/5/2025 ആയിരുന്നു. അതായത് മെയ് 10 വരെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്നായിരുന്നു. ഇപ്പോൾ ഡേറ്റ് നീട്ടിയിട്ട് 26/5 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2 ദിവസം കൂടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ട് എന്താണ് യൂണിവേഴ്സിറ്റി ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ വഴി എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്താണ് ഈ എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ തന്നെ നോർമൽ അഡ്മിഷൻ പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസം? എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് അത് നടക്കുന്നത്. ഇനിയല്ല നിങ്ങൾക്ക് സാധാ രീതിയിൽ അഡ്മിഷൻ മതിയെങ്കിൽ അത് ഇനിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. കേരള യൂണിവേഴ്സിറ്റി, മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം +2 റിസൾട്ടൊക്കെ വന്ന് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ ഡിഗ്രി അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ്, അങ്ങനത്തെ ഉള്ള എല്ലാ പ്രൊസീജിയേഴ്സിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ഓൺലൈൻ അഡ്മിഷൻ? ഇപ്പം നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. 26 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 26 മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യം, എൻട്രൻസ് എക്സാം എഴുതാതെ അഡ്മിഷൻ കിട്ടില്ലേ എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാം എഴുതാതെയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അല്ലാതെ നിലവിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ്, UIT, IHRD പോലെയുള്ള കോളേജുകളിൽ നമ്മൾ നേരിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അത് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇടും. നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾ +1 അഡ്മിഷന് വേണ്ടി എങ്ങനെയാണോ ആപ്ലിക്കേഷൻ കൊടുത്തത്, അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കഴിഞ്ഞ വർഷമൊക്കെ 20 ഓപ്ഷൻ കൊടുക്കാമായിരുന്നു. ആ 20 ഓപ്ഷൻ കൊടുത്തിട്ട് ഓരോ അലോട്ട്മെൻറ്റ് നടക്കും. ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇങ്ങനെ അലോട്ട്മെൻറ്റ് നടന്നതിന് ശേഷം അഡ്മിഷൻ വിളിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ദെൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത് തുടരാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അത് ഇനിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്, അക്ഷയയിൽ പോയി ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയോ അക്ഷയയിൽ പോയോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ +2 റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാ യൂണിവേഴ്സിറ്റിയും പബ്ലിഷ് ചെയ്യുന്നത്. അത് ഇനിയും വരാറായിട്ടുണ്ട്. 1 വീക്ക്
വീക്കിനുള്ളിലൊക്കെ അത് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വർഷവും അങ്ങനെയാണ്, ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ വർഷത്തെയും പോലെ അല്ല, കഴിഞ്ഞ വർഷം തൊട്ട് എന്താണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്, അതായത് 4 വർഷമാണ് ഡിഗ്രി പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ മേജർ കോഴ്സുകൾ, മൈനർ കോഴ്സുകൾ, ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പം ഡിഗ്രി പഠിക്കാം, BCom പഠിക്കാം, അല്ലെങ്കിൽ BCom ഫിനാൻസ് ആണ്, BCom കോർപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ BA ഇംഗ്ലീഷാണ്, BA മലയാളമാണ്, ഇങ്ങനെയായിരുന്നു ഓപ്ഷനുകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കുറേ അധികം എന്താണ് മൈനർ കോഴ്സുകൾ വന്നിട്ടുണ്ട്. സ്പെഷ്യലൈസേഷൻ ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ഏരിയയിലും സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം BCom തന്നെ പല സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യലൈസേഷനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൈനർ കോഴ്സുകൾ സെലക്ട് ചെയ്യാം, മേജർ കോഴ്സുകൾ സെലക്ട് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് 4 ഇയർ ഡിഗ്രി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുന്നത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു 4 ഇയർ ഡിഗ്രിക്ക് ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എത്ര മാർക്ക് വേണമെന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥികളുടെ ഒരു ചോദ്യം. കാരണം ഇപ്പോൾ +2 റിസൾട്ട് വന്നു, വിജയ ശതമാനം വളരെ കുറവാണ്, എല്ലാ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനം കുറവാണ്. അപ്പം എത്ര മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എത്രയാണ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്, എത്ര മാർക്കുള്ളവർ അപ്ലൈ ചെയ്താൽ കിട്ടും, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഡിപ്പെൻഡ് അപ്പോൺ എന്താണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ്റെ ബേസിസിലാണ്. അതായത് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത എത്രയും വിദ്യാർത്ഥികൾ ചിലപ്പം ഈ വർഷം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം കുറേ പേര് എൻട്രൻസ് എക്സാമിനേഷൻ പോകും, അതായത് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിലേക്ക് പോകും, അങ്ങനെ വരും. അല്ലെ എല്ലാ വിദ്യാർത്ഥികളും ഡിഗ്രിക്ക് വരണമെന്നില്ല. അപ്പം ചിലപ്പോൾ എല്ലാ വർഷത്തെയും എന്താണ് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ ഈ വർഷം കിട്ടണമെന്നില്ല. ചിലപ്പോൾ കഴിഞ്ഞ വർഷം 80% ആൾക്കായിരിക്കും ഒരു തേർഡ് അലോട്ട്മെൻ്റ് ആയിട്ടപ്പോൾ കിട്ടിയത്, ചിലപ്പോൾ ഈ പ്രാവശ്യം 75% ആൾക്ക് കിട്ടാം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ 95% ഉള്ളവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഈ വർഷം എന്താവണമെന്നില്ല, 95 ആവണമെന്നില്ല. അത് ഡിപ്പെൻഡ് ഓൺ എത്ര വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ബേസിസിലാണ്. കാരണം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവർ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ കോളേജുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ബേസിസിലായിരിക്കും ഓരോ കോളേജിൻ്റെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് എത്ര വരെയുള്ളവരെ എടുക്കുമെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. 2024 അഡ്മിഷൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ മാക്സിമം എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എത്ര മാർക്കുള്ളവർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇത് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കിനെയാണ്. എല്ലാ വിദ്യാർത്ഥികളും എത്ര കുട്ടികളിപ്പം മാർക്ക് വാങ്ങിയിട്ടുള്ളത്, ഫുൾ A+കാരുടെ എണ്ണം എത്രയാണ്, അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും എത്ര മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളത്. അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ്, അതായത് ഒരു 86 എബോവ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി BCom അഡ്മിഷൻ ഒരു എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് അതൊരു അപ്രോക്സിമേറ്റ് മാത്രമാണ്. കറക്റ്റായിട്ടുള്ള അറിയണമെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വരണം. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ട്രയൽ അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാണിക്കും, ഏത് വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ എത്ര മാർക്കുള്ള വിദ്യാർത്ഥി വരെയാണ് ആ കോളേജ് ട്രയൽ അലോട്ട്മെൻറ്റിന് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്ര മാർക്കുള്ളവർക്ക് വരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് പൊതുവായിട്ട് പറയുന്നത്. അപ്പം ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് 26-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് ഇടുക. നമ്മൾ മാക്സിമം നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ആ കമൻറ്റ് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്